ഇടി അപ്പുണ്ണി എങ്ങനെയാടി അവനെ വിശ്വസിക്കാൻ പറ്റുവാ? അവൻ കൃത്യമാണ് അപ്പുറത്തോട്ട് കണ്ടം ചാടും എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാ. നിന്നെക്കാളും ഭേദോ. ഓ പിന്നെ എന്നെക്കാട്ടിലും ഭേദം. നീ ഐഡിയ ഉണ്ടാക്കിയത് കേട്ടാ. ടെൻഷൻ ആവുന്നുണ്ട് ഇവിടെ പോയി ഫോണെന്നോ. കയ്യൊന്നും എടുത്ത് മാറ്റി. ചീഞ്ഞ മത്തി തന്നെ കേട്ടാ. മത്തിയെടുത്ത് കുറച്ചും കൂടി എടുത്ത് നീ ചെയ്. തരാൻ വേണ്ടിട്ടല്ല എടുത്തുകൊണ്ട് വന്നത്. നോക്കടാ ആ പെങ്കൊച്ച് മെസ്സേജ് ഉണ്ടോ നോക്കിയേ. സഞ്ജോ തട്ടിപ്പറിച്ച് ഫോൺ കൊണ്ടുപോയി ഇങ്ങനെ നോക്കണം അത്ര മാന്യമായിട്ടുള്ള പരിപാടിയൊന്നും അല്ല. പിന്നെ അവനെ ഭീഷണിപ്പെടുത്തി ഇവിടുത്തെ അടിമപ്പണി നടത്തുന്നത് ഭയങ്കര മാന്യ പരിപാടിയാ. അനുഭവിക്കൂടി ഇവിടെ ഇതിനകത്ത് മെസ്സേജ് ഒന്നും കാണുന്നില്ല. ഇല്ലേ? ഇതൊക്കെ പഴയ ചാറ്റ്. ഇത് അതിന് വല്ല പെണ്ണുങ്ങളും മെസ്സേജ് അയച്ചിട്ട് വേണ്ടേ? എടി മൂങ്ങ കണ്ണി കള്ളി ചേച്ചി എന്നെ നീ പറ്റിച്ചല്ലേ? രാവിലെ ഞാൻ ഫാൻ ഒന്ന് വൃത്തിയാക്കി തരാൻ പറഞ്ഞ അപ്പൊ രണ്ടും കൂടെ എന്തായിരുന്നു ഷോ? ഇനി ഞാൻ പകരം ചെയ്തതാ. ഞാൻ ഈ വീട്ടിൽ കാണുന്ന പൊട്ടിയെ പോലല്ലടി പണിയെടുത്ത്. ഇത് ഇവിടെ നോക്കടി, എന്നെ ശരിക്കും പറ്റിച്ചത് കണ്ട. നോക്ക് കൊണ്ടുപോ. അപ്പൊ ചുരുക്കി പറഞ്ഞ ചേട്ടൻ ജോക്കറെ വെറുതെ ചെറുക്കരെ പഠിപ്പ പറ്റി ചെയ്യുന്നു. എന്താണ് മക്കള് നാലും കൂടെ ഒരു കൂട്ടസമ്മേളനം? അതെ അച്ഛാ. ഒന്നുമില്ല അച്ഛാ, ഞങ്ങളിങ്ങനെ വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചിങ്ങനെ. ഇങ്ങനെ വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചിരുന്നാ പറ്റുമോ? അവിടെ പറമ്പിൽ പോയി പണിയെടുക്കണ്ടേ? അച്ഛൻ പൊക്കോ, ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. പൊക്കോ. ഞാൻ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന്? ഞാനൊരു പണിയെടുക്കത്തില്ല, തന്നെ കൊണ്ട് പോയി ചെയ്താൽ മതി. പുറമെ പണിക്കാൻ. അതെ സഞ്ജുമോനെ, നീ പതുക്കെ റെസ്റ്റ് ഒക്കെ ചെയ്ത് പണിയെടുത്താ മതി. അയ്യടാ, തന്നെ എങ്ങോ ചെയ്തോ, ഞാൻ ചെയ്യത്തില്ല. അവൾ ആജ്ഞാപിക്കുന്ന രാവിലെ തൊട്ട് എന്നോട്. എന്തുവാ സംഭവം? എന്തുവാ? ഒരു സംഭവമില്ല അച്ഛാ, ഞങ്ങള് ചേച്ചിനെ കൊണ്ട് പണിയെടുപ്പിച്ചോളാം. എന്തായാലും ഒന്ന് പണിയെടുത്ത് തീർത്തേ പറ്റുള്ളൂ. ഒരു പണി ചെയ്യ്, നിങ്ങൾ മൂന്നുപേരും കൂടി ഇവിടെ കൊണ്ട് പണിയെടുക്കും. എന്താടി? ഞാനല്ല അച്ഛന്റെ കൂടെ നിൽക്കാണ്ടായുള്ളൂ. അതൊക്കെ പഴങ്കഥ. ഇപ്പൊ ഞങ്ങള് 3 പേര് അച്ഛന്റെ കൂടെ ഉണ്ട്. പിന്നെ അച്ഛന് ഒരു കുഴപ്പമില്ല. നീ രാവിലെ മര്യാദക്ക് അവിടെ പണിയെടുത്തോണ്ടിരുന്ന ഞാൻ അന്നേ ഇവിടെ വന്നിട്ട് വേണ്ട ഞാൻ സഞ്ജുവിനെ കൊണ്ട് പണിയെടുപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവിടെ വിളിച്ചോണ്ട് വന്നത്. പണി മര്യാദക്ക് തീർത്തോണം. ഞാൻ എങ്ങനെ എടുക്കാനാ? ഞാൻ മെയ്യനെങ്കിൽ അങ്ങോട്ട് ചെയ്യണം. നിങ്ങൾ 3 പേര് കൃത്യമായിട്ട് ചെയ്യിച്ചോണം കേട്ടോ. ഞങ്ങൾ ചെയ്യിപ്പിച്ചോളാം. ചേട്ടാ, ചേച്ചി വല്ല നിവിൻ പോളി ഫൈനല്ലേ? നോക്ക് നിവിൻ പോളിക്ക് വല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടോന്ന്. എന്റെ ഫോൺ അയച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സാർ. ഉള്ള ചാട്ടൊക്കെ നോക്ക്. ശ്വേതാമേനാണ് ചേച്ചി. ആ സാരി കൊള്ളാം, എന്നെ ഷോയില് വിളിക്കുമെന്നൊക്കെ. കൊണ്ടോ എന്തൊരു ചത്ത ചാറ്റ ഉള്ള. റിപ്ലൈ എന്താ? ഇതിനാണ് ഇവിടെ എപ്പോഴും മറ്റേ കിട്ടുന്ന ചേച്ചി നല്ല സാരിന്ന്. പണിയെടുക്കണ്ട, അത് വെട്ടിടാ ഒരു ബ്ലോഗ് റീച്ച് കയറട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് ശരിയാ. അമ്മ വെച്ച മീൻകറി നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ. എടാ പ്രകാശ, അടുക്കള പൂച്ച കയറിയതുണ്ടോടാ? അത് പൂച്ചയല്ലേ, പുഷ്പയാ. ഇത് ചീഞ്ഞ മീനാണെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ അമ്മേ. ചീഞ്ഞ മീനാണെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട്? സൂപ്പർ, നല്ല അടിപൊളിയാ. പാസ്സായി, ടെസ്റ്റിൽ പാസ്സായി. ഫ്രഷ് മീനാമ്മേ, സൂപ്പറാ. ഈ സരസ്വതി അമ്മ മീൻകറി ഉണ്ടാക്കിയതിന്റെ ഗുണം കൊണ്ടാണ് ഇത്ര സ്വാദ്. ഒരു പണി ചെയ്യ് അമ്മ, അതിന്റെ റെസിപ്പി ഒന്ന് നമുക്ക് കൊടുക്കും. ആഹാരം പറഞ്ഞു കൊടുക്കത്തൊന്നുമില്ല. അല്ല, കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. വേണ്ട അമ്മ, എന്നോട് പറയണ്ട. നാളെ മുതൽ അമ്മ തന്നെ മീൻകറി ഉണ്ടാക്കിയാൽ മതി. അത് മോളുടെ മനസ്സിലിരുന്നാ മതി കേട്ടാ. എന്നിട്ട് ഞാൻ ഈ വീട്ടിലെ സകല പണിയും ചെയ്യണം. നിനക്ക് അവിടെ കുത്തിയിരിക്കണം. അത് നടക്കത്തൊന്നുമില്ല. അല്ല, നല്ല കൈപ്പുണ്യം ഉള്ളത് കൊണ്ട് അമ്മ തന്നെ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. കൈപ്പുണ്യം ഇത് അടുത്തടവാ. രാവിലെ മലന്ന് ആ കസേര പോയി ഇരുന്നിട്ട് അമ്മയെ കൊണ്ട് അടുക്കള എല്ലാം ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയാ. പിത്തം പിടിക്കും ശരീരത്തിന് വെറുതെ ഇരുന്ന് തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ. ഇതേ പിള്ളേർക്കും എനിക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയാ വെച്ചിരിക്കുന്നത്. ഇനി അത് മതി, അത്രയൊക്കെ നക്കിയത് മതി. അവിടെ ഇരുന്ന് അത് മുഴുവനും പൊറിക്ക് വായിലേക്ക് ഇടും. പിടിക്കട്ടെ. ലാസ്റ്റ് ചട്ടി എനിക്ക് തരണേ, ചോറിട്ട് ഇങ്ങനെ വരട്ടി ഇങ്ങനെ കഴിക്കാൻ. വേണ ഒരു വർഷം കൂടെ തിന്നു, പിന്നെ ഇത് തൊട്ട് പോരുത്. നക്കുന്ന എടുത്ത് സങ്കടം തോന്നും. വേണ തിന്നു.
ഒന്നേ ഉള്ളൂ അല്ലേ? നോക്കട്ടെ, അത് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ആണോ? ഞാനും നോക്കാം. ദേ കണ്ട് പഠിക്ക്. പതുക്കെ പതുക്കെ. ഓ എന്റെ പൊന്നെ, ആ കുടംപുളിയും സൂപ്പറാ കണ്ടോ. എന്റെ പിള്ളേർക്കും കൂടെ വെച്ചേക്കണേ. പിന്നല്ലാതെ പിള്ളേർക്ക് വേണ്ടിയാ. ഇളക്കിയാൽ അങ്ങോട്ട് പോകും, അത് പൊടിഞ്ഞു പൊടിഞ്ഞു. ആണോ? പിന്നെ മീൻ കറി ആരെങ്കിലും ഇങ്ങനെ കുത്തിയിട്ടളക്കും. കേട്ടല്ലോ. ഈ പാത്രം അമ്മ കഴുകിക്കോട്ടാ. ഇത് ചുമയാ, ഞാൻ പോവാ. തേടാ പാത്രം അവിടെ ഇട്ടേച്ച് പോയ പോക്കണ്ടോടാ. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട അവളിൽ നിന്ന്. മതി മോനെ തിന്നത് അവിടെ വെച്ചേ. ചാറുണ്ടല്ലോ എന്റെ അമ്മേ. ഒരു സ്പൂൺ ചാറുണ്ടേ, ഒരു കലം ചോറുണ്ട്. ഇച്ചിരി കപ്പപ്പൊടുക്കും കൂടെ ഉണ്ടെങ്കിലോ? കപ്പ പിടിച്ചോട്ടോ. നമുക്ക് കപ്പ കുടച്ച് ഇതും കുടിച്ചാൽ. അവള് പിച്ചിട്ടേ എന്നെ വേദനയൊന്നും നോക്കിയേ. അയ്യോ, വൈരാഗ്യം തീർത്തതാ. അവളെ കൊണ്ട് മീൻ വെക്കാൻ പറ്റുന്നില്ല. അമ്മ നല്ല രീതിയിൽ വെച്ചു, നമ്മൾ കഴിക്കുന്നു. ഇങ്ങനത്തെ ഒരു പാത്രം കൂടെ അവിടെ ഇട്ടേച്ചു പോയി. ഇത് കഴുകി വെച്ചോ. ഏതായാലും ഇനി ആരും കാണത്തൊന്നുമില്ല. ആരും കാണത്തില്ല. എടി കൃഷ്ണ, ഓ ഒന്ന് പിടിക്കാൻ സഹായിക്കോ? അയ്യോടാ, തന്നെ കൂടെ ചെയ്താ മതി. സഞ്ജു ഒന്ന് സഹായിക്കടാ, ചൊറിയണ്ട കാലൊക്കെ. ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും, വേനെല്ലാം കോരിയിട്ട് ഇവിടെ നേകത്തങ്ങോട്ട്. ചേച്ചി ഇതാണോ ചൂര് വേണോ? അച്ഛാ അച്ഛാ, മുട കാണിക്കല ചേച്ചി. അച്ഛാ മേലെങ്കിൽ പണിയെടുക്കണം, അല്ലെങ്കിൽ ഉടായ്പ കളി കളിക്കരുത്. ഇതാ പറയുന്ന കൊടുത്താ കൊള്ളത്തും കിട്ടും, അനുഭവിച്ചു. രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിലേ കാര്യങ്ങളൊന്നും ഒരു ജൂട്ടാവത്തില്ല. എന്ത് കാര്യങ്ങള്? പ്രഭാത കർമ്മങ്ങൾ. ഇത് കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇത് ശീലമായി പോയി, എന്തോ ചെയ്യാൻ പറ്റും. എന്നാ ചിയേഴ്സ്. എടാ പ്രകാശ, ഓ നിന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അമ്മയ്ക്കും രാവിലെ ചായ തന്നില്ലേ? അയ്യോ, ഇതങ്ങോട്ട് കുടിച്ചോ. എനിക്ക് വേണ്ട നിന്റെ പാട്ട ചായ. നല്ല ചായ ചമ്മേ, ഞാനുണ്ടാക്കി. എന്നാ എനിക്ക് ഒട്ടും വേണ്ട. എന്നാ രാവിലെ കടന്നൽ കുത്തിയ പോലെ മോഹമൊക്കെ? എന്നാ പ്രശ്നം എന്താ പറ. ഞാൻ ഇന്ന് സാക്ഷരതയ്ക്ക് പോകണമെന്ന് പറഞ്ഞതാ നിന്റെ പെണ്ണുമ്പളോട്. സാക്ഷരതയ്ക്കാ? പഠിക്കാൻ പോകണമെന്ന് 10ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ നേരത്തെ ചെന്നില്ല, അസംബ്ലിക്ക് ചെന്നില്ല. ആ ടീച്ചർ എന്നെ വടക്കും പറയും. അമ്മ ഇതിന്റെ ആവശ്യം എന്താ? 10ാം ക്ലാസ്സിലൊക്കെ ഇനി സാക്ഷരത ക്ലാസ്സിന് പോകുന്നു, എന്തിനാ ഇത്? എനിക്ക് പരീക്ഷ 10ാം ക്ലാസ് പാസ്സാവട്ടെ. അച്ഛമ്മ പഠിക്കാൻ പോക്കോ. അച്ഛമ്മക്ക് ഞാൻ ട്യൂഷൻ എടുക്കാം. വേണ്ട, നീ ട്യൂഷൻ എടുക്കണ്ട. അച്ഛമ്മ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ഭയങ്കര ടഫാ. അത് നിനക്ക് ടഫ്, എനിക്കൊരു ടഫും ഇല്ല. ഞാൻ പാസ്സായിക്കോളാം. അമ്മയുടെ ബുദ്ധി വെച്ചിട്ട് അതൊക്കെ വളരെ ഈസി ആയിരിക്കും. ഒരു ട്യൂഷന്റെയും കാര്യമില്ല. അല്ല ഇപ്പൊ എന്താ ഇങ്ങനെ 10ാം ക്ലാസ് പാസ്സാകണമെന്നൊരു ചേതോവികാരം തോന്നാൻ? എടാ പ്രകാശ, നിന്റെ അച്ഛനുള്ള കാലത്തെ ഈ കാര്യത്തിന് മാത്രമാണ് ഞാൻ തലകുലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എങ്ങനെങ്കിലും 10ാം ക്ലാസ് പാസ്സാവണം. എന്നിട്ട് പ്രീ ഡിഗ്രി, പ്രീ ഡിഗ്രി ഒക്കെ ഇപ്പൊ ഇല്ല, ഇപ്പൊ +2 ഏതാണ്ടൊക്കെ അല്ലേ? +2 +1 അങ്ങനെ BEd BA MSc MCom എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് എൻ്റെ പേര് വെച്ച് സരസ്വതി BEd നീളത്തിൽ എഴുതുമല്ലോ ഓരോ വീട്ടുകളിൽ, അതുപോലെ എനിക്ക് എഴുതി വെക്കണം. ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഗേറ്റിന്റെ വാതിക്ക് ഇങ്ങനെ ബോർഡൊക്കെ നമ്മുടെ കല്ലറയിലൊക്കെ എഴുതി വെക്കുന്ന പോലെ സ്മാരകം. കല്ലറയിൽ എഴുതി വെക്കുന്ന കാര്യമല്ല, എൻ്റെ വീടിന്റെ മുമ്പിൽ എഴുതുന്ന കാര്യമാണ്. അച്ഛമ്മ ഇപ്പൊ അതൊക്കെ ആരെങ്കിലും ചെയ്യൂ? ഓൾഡ് ഫാഷൻ. അയ്യേ, പിന്നെ ഓൾഡ് വെസ്റ്റ്. എനിക്കൊരു ഈ പാപ്പാടി കുടുംബത്തിന് ഒരു അന്തസ് വേണമെങ്കിൽ ആ ബോർഡെ നോക്കുമ്പോൾ അറിയാടാ. അന്ന് ഈ ചുമരിലൊക്കെ എഴുതി ഒട്ടിച്ചോ? ഞാൻ വെക്കും. എൻ്റെ വീടാ, ഞാൻ പലതും ചെയ്യും. നിനക്കെന്താ? എന്തായാലും പഠിത്തമല്ലേ, അത് നല്ല കാര്യമാണ്. അമ്മ പോയിരുന്നു പഠിച്ച് പാസ്സാകും. ശരിയാ. ഇന്നലെ വരെ പഠിപ്പിച്ചതേ ആ വിലാസിനെ എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കട്ടെ കേട്ടാ. എങ്ങനെയാണെങ്കിലും പാസ്സാവണം, അതെന്റെ ലക്ഷ്യമാണ്. അച്ഛാ, ആ ട്യൂഷന്റെ കാര്യം പറഞ്ഞപ്പോ എന്നെ എന്താ സപ്പോർട്ട് ചെയ്യാ? ഞാൻ നിനക്ക് തരാമണോന്ന് അറിയാൻ പറ്റില്ല. ഞാനാണ് നീ അമ്മ പഠിപ്പിക്കാൻ വേണം. അതെങ്ങനെയും പഠിച്ച് പാസ്സായി. എനിക്കൊക്കെ അറിയാം, വെറുതെ 2 പോകാൻ സമയമായി. അവിടെ എടാ, ആ പുഷ്പയോട് പറയണേ, എനിക്ക് ഒരു വലിയ പാത്രത്തിൽ ചോറും കറിയും മുട്ട പൊരിച്ചോ മീൻ വറുത്തോ ഒക്കെ എടുത്ത് വെച്ച് ബാഗിനകത്ത് വെക്കണം. ഒരു കുപ്പി വെള്ളവും വെക്കണം.
എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാ. ആ, ആ, ആ. പാപ്പാടി കുടുംബത്തിന് ഒരു നാണക്കേട് പറയരുത്. ഇതെല്ലാം കൊണ്ടുപോയി എനിക്ക് അന്തസ്സായിട്ട് അവിടെ പോകണം. ഉറപ്പായിട്ടും നീ അവളോട് പറഞ്ഞേക്കണേ. പറയും. രാവിലെ തന്നെ യൂണിഫോം ഒന്നും വേണ്ടേ? യൂണിഫോം ഒന്നും വേണ്ട. ഞാൻ വേറെ നല്ല സാരി ഉടുത്തിട്ട് വരാം. സാരി എടുത്ത് കയറ്റും അല്ലേ? ഞാൻ പോയിട്ട് വരാം. കുടി വേണേ. കുടിച്ചോ. വാ വാ. ഓ വെയിലെല്ലാം കൊണ്ട് നീ ശരിക്കും വളർന്നാ മതി, എനിക്ക് അത്രേ ഉള്ളൂ. അമ്മയാണെന്നുമില്ല അമ്മ എന്നെ കളിയാക്കിയപ്പോ കൂടെ ചിരിക്കുവാ. നീ എവിടെ തെണ്ടാൻ പോയി? തെണ്ടാ പോയതല്ല, നിന്റെ 16 അടി എതിർത്ത് പോയതാടാ. ഇതൊക്കെ എന്റെ തല കയറുന്നേ. അവക്ക് വട്ട് വേറെ എന്തെന്ന്? ആ അമ്മയുടെ അല്ലേ മോള്, പിന്നെ വട്ടളകാതിരിക്കോ? അങ്ങനെയാകും നിനക്കും വട്ടള കണ്ടടാ. നീ എൻ്റെ മോനല്ലേ? അല്ല ഈ വട്ടം ഇപ്പൊ എന്തോ കാര്യം, രാവിലെ മരുന്നൊന്നും കൊടുത്തില്ലേ? എടാ നമ്മുടെ കുടുംബശ്രീയിൽ ഒരു പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. അതിന് ഫോം ഒന്ന് പൂരിപ്പിക്കണം. അതിന് വേണ്ടിട്ട് ഒന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ്. വലിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് നാണമില്ലേ? ഒരു ഫോം പൂരിപ്പിക്കാൻ പോലും അറിയത്തില്ലേ? ഫോം പൂരിപ്പിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ലട സഞ്ജു. ഇന്നാൾ ഇതേപോലെ ഒരു ഫോം പൂരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പം മോഹിനി ഉണ്ടായിരുന്നു അവിടെ, അവളെ മകളെയും കൊണ്ട്. അവർ ഇംഗ്ലീഷിൽ ഫോം പൂരിപ്പിച്ചു കൊടുത്തു. എന്നാൽ പിന്നെ ഈ പ്രാവശ്യം ഞാനും ഇംഗ്ലീഷിൽ പൂരിപ്പിക്കാലോ വിചാരിച്ച ഇവളെയൊന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഒരു ജാട ആയിക്കോട്ടെ വിചാരിച്ചു. നാളെ രാവിലെ തൊട്ട് അച്ഛമ്മനോടെ പൊക്കോ ബാഗ് നോക്കി മറ്റേ സാക്ഷരതാ ക്ലാസ്സിൽ പോയിരുന്നു പഠി ഇംഗ്ലീഷ് പൂരിപ്പിക്കാനും എഴുതാനും ഒക്കെ. നീ പോയടാ, എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയും. അപ്പൊ ഒരു ഫോം പൂരിപ്പിച്ചതിന്റെ ചാട്ടാണ് അവളിപ്പോ എന്നെ ചാടിയിട്ടാൻ കയറിപ്പോയത് അകത്തോട്ട്. അതൊന്നല്ല. പിന്നെ എടാ ഇവള് ഈ ജോലിയൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. അവിടെ പോയപ്പോ ഗീത 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ മൂടും വീർപ്പിച്ചിട്ട് ഇങ്ങനെ ഓടിച്ചാടി അങ്ങ് പോയത്. ഈ കൂടോത്ര പെണ്ണുമ്പളൊക്കെ എന്തിന്റെ സോക്കേടാ എല്ലാവരുടെയും മെക്കിട്ട് കാരണം അവൾക്ക് അവളുടെ ചെലവിന് നോക്കണ്ടല്ലോ ഈ പെണ്ണുമ്പള. ചുമ്മാ എനിക്ക് അവിടെ ഫെയിൽ ആകുമ്പോൾ ദേഷ്യം വരും. എടാ കൂടോത്ര ഗീത എന്ന് പറയാൻ പാടണ്ട. മുതിർന്നവരെ അങ്ങനോട് സംസാരിക്കാൻ പാടണ്ടടാ. എന്റെ പെങ്ങന്മാരെ ചോദിച്ചാൽ ഞാൻ ആരെ തെറി പറയും. അങ്ങനെ നീ പറയൂടാ? അങ്ങനെ നീ പറയോ? ഇനി അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച ഇതേപോലെ നിന്നെ ഞാൻ വലിച്ചെറിയും. സൂക്ഷിച്ചോ. കണ്ടെങ്കിൽ അവരുടെ കൂടോത്രം തന്നെ അച്ഛൻ പറഞ്ഞത് ശരിയാ. ഈ ചെടി എന്തോ തെറ്റിയതമ്മ, ഇത് എത്ര വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചെന്നറിയാവോ? ഗീത പെണ്ണുമ്പോൾ പറഞ്ഞ ഈ വിഴി തോരില്ലല്ലോ തേങ്ങ. അമ്മേ ഇതിന് സാരമില്ല വേണിച്ചാ ഞാൻ ശരിയാക്കും. Once there was a tree, there was a little boy too. 500 വയസ്സുള്ളോരപ്പൂപ്പന്മാരും വയസ്സായിട്ട് ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കുന്നു. 500 വയസ്സുള്ളോരപ്പൂപ്പന്മാരും ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കുന്നു. 500 വയസ്സുള്ള അച്ഛമ്മേ ഒന്ന് മെല്ലെ പാടാവോ? എനിക്ക് പഠിക്കാനുണ്ട്. നീ പഠിച്ചോ, എനിക്ക് പഠിക്കട്ടെ. 500 അച്ഛമ്മേനെ കുന്ത്രാണം കേട്ടിട്ട് എനിക്ക് ഫോക്കസ് കിട്ടില്ല അച്ഛമ്മേ. ഇത്രയും വയസ്സായിട്ടാണ് 10ാം ക്ലാസ്സിലെ കുട്ടിയുടെ പേപ്പറൊക്കെ പഠിക്കണം. അല്ലമ്മേ, അമ്മയുടെ ഒച്ചയും ബഹളം അങ്ങ് റോഡ് കേൾക്കുന്നല്ലോ. ഇടി കേക്കട്ടടി എല്ലാരും. ഞാൻ പഠിക്കുന്നുണ്ടെന്ന് നാട്ടുകാരറിയണ്ടേ? അതല്ല എനിക്ക് ഒച്ചയ്ക്ക് പഠിച്ചാലും തലേക്കുറുള്ളൂ. എടാ പുണ്ണി, എനിക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് പഠിച്ചൂടെ? അച്ഛമ്മക്ക് പഠിച്ച് കളക്ടർ ഉദ്യോഗമെല്ലാം മേടിക്കാനുള്ളതാ മോനെ. അതെ, എനിക്ക് കളക്ടർ ഉദ്യോഗം വാങ്ങണോടി. കുശുമ്പ് നോക്കിക്കേ. എക്സ്പയർ ഡേറ്റ് ആവാനായി, എന്നിട്ട് പൂതി കൊള്ളാം. നീ ചിരിക്കുന്നേ? അല്ല, അച്ഛമ്മയെ അടുത്ത് തട്ടും എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. എനിക്കതൊക്കെ മനസ്സിലായി. ഈ പഴുത്തല വീഴുമ്പോഴേ പച്ചലയ്ക്ക് അങ്ങനെ തോന്നും. ചിരിക്കും ഓട്ടിരുന്നുണ്ട്. അവർക്കും ഈ കാലം വരുമെന്ന് അവരൊന്നും ചിന്തിക്കത്തൊന്നുമില്ല. അത് അമ്മ ആരെ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ലേ ആരെ ഉദ്ദേശിച്ചെന്ന്? അതിനിപ്പോ ചിരിച്ചത് എലിയോ പോകുന്നല്ലോ, ഞാനല്ലേ ചിരിച്ചേ. പഠിക്കാനും സമ്മതിക്കില്ല, 2 കൂടെ വന്നിരിക്കുക. എടാ പുണ്ണി, എനിക്ക് കുറെ പഠിക്കാനില്ലേ? ഈ മാസം ആനുവൽ എക്സാം അമ്മ. കേട്ടല്ലോ, അവന് കുറേ പഠിക്കാനുണ്ട്. അവൻ ഇവിടെ ഇരുന്ന് പഠിക്കട്ടെ. എനിക്കും കുറെ പഠിക്കാനുണ്ട്. എനിക്കും ഇവിടെ ഇരുന്ന് പഠിക്കണം. സാധാരണ അവനല്ലേ അമ്മ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. അമ്മ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കേ. എനിക്ക് സൗകര്യം ഇല്ലെന്നേ. അച്ഛമ്മയ്ക്ക് ഇവിടെ ഇരുന്നാലേ തലേ കയറുള്ളൂ. നീയോട് തർക്കുത്തരം പറയാനാടാ? അല്ല, ഞാനൊരു സ്റ്റുഡന്റ്, അച്ഛമ്മ ഒരു സ്റ്റുഡന്റ് അല്ലേ? അപ്പൊ എനിക്ക് ഇത് മാത്രല്ല എന്റെ അപ്പുറം കൊണ്ടോടി നിന്റെ ചെറുക്കൻ്റെ ഒരു വിളയാട്ടം. അവൻ ചെറിയ കുട്ടിയല്ലേ അമ്മ, അവൻ അങ്ങനെ എന്തെങ്കിലും വായി തോന്നിയത് പറഞ്ഞെന്ന് കരുതി. ചെറിയ കുട്ടിയുടെ വായിന്ന് വരുന്നാണോടി അവനിപ്പം ഇങ്ങോട്ട് തള്ളി വിട്ടത്? അച്ഛമ്മ എന്റെ സ്വത്തല്ലേ, ഒന്ന് പോയിട്ട് എനിക്ക് പഠിക്കാണ്ട്. കൊച്ചുങ്ങളെ വളർത്തുന്ന മര്യാദയ്ക്ക് വളർത്തണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി?
വലുതാവുമ്പോ അല്ലേ അതപ്പം നോക്കാം നമുക്ക്. ഓ വലുതാകുമ്പോ നോക്കും. നീ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്ന അതാ കൊച്ചിങ്ങനൊക്കെ പറയുന്നത്, അല്ല വേറൊന്നും അല്ല. ഇത്ര പ്രായമായുള്ളൂ, അത് എന്നോട് ആരാൻ തല പറയുന്നു, ഞാൻ ചാവണമെന്ന് പറയുന്നു. എന്തുവാടി ഈ ലോകത്ത്? ഇവിടെ നാട്ടുകാർ പിള്ളേരൊക്കെ വളരുന്നുണ്ട്, ഇങ്ങനത്തെ തലതെറിച്ച പിള്ളേരൊന്നും അല്ല. പഠിക്കാനും സമ്മതിക്കില്ല. പള്ളിക്കൂടത്തിൽ പോയി ഞാൻ ഇനി എന്നാ പറയും? അല്ല, ഇവിടെ വളർന്ന 3 പിള്ളേര് വേറെ ഉണ്ടല്ലോ അമ്മേ. അപ്പൊ അവരെങ്ങനെയാ ഇപ്പം? അതുങ്ങളും കണക്കാ. പിന്നെ ആ ചിരങ്ങളിൽ സ്നേഹമുള്ള ആ കൃഷ്ണക്ക എന്നോട്. ഏതൊക്കെ ഒരാൾക്കുണ്ടല്ലോ. അതെ, അത് നിന്റെ ഗുണമല്ല, നിന്റെ ഗുണമല്ല. നീ അത് എടി അവൾ എന്റെ മോളാടി, എന്റെ അടി കുഞ്ഞ്, എന്റെ ചെറുക്കന്റെ മോളാടിയത്. അത് നല്ല രീതിയിലേ വരുള്ളൂ. ചെറുക്കൻ മാത്രം അങ്ങനെ വിചാരിച്ചാൽ മോള് വരുവോ? ഈ ചെറുക്കൻ ഇവിടെ ഇരിക്കുന്നു, എന്റെ വായിന്നെല്ലാം കേൾക്കുക. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഇത് ഇങ്ങോട്ടും പറയാൻ പാടില്ല. അല്ലെങ്കിൽ നീ എന്നെ അന്വേഷിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് വരും. ചെയ്യും 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 ചെയ്യും. ചെറുക്കൻ ഇരിക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ പറയാം അല്ലേ? പറഞ്ഞിട്ട കാരണം നീ ആ ചെറുക്കൻ ഇരുന്ന് പെണ്ണ എന്നോട് പറഞ്ഞു. എന്റെ കുഞ്ഞാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാത്തൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോടി കുഞ്ഞെ? പിന്നെ എന്റെ കുഞ്ഞല്ലാണ്ട് നാട്ടിലുള്ള ആളെ കുഞ്ഞാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവള് പ്രസവിച്ചെന്നേ അവള് വളർത്തിയതൊക്കെ ഞാനാ കഷ്ടപ്പെട്ടത്. ഓ അവള് പ്രസവിച്ചതിന്റെ കണക്കും പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു. എന്റെ കുഞ്ഞാന്ന് കഷ്ടപ്പെട്ടത് മുഴുവൻ ഞാനാ. ഞാൻ ഇതുവരെ കഴിച്ച ഭക്ഷണം അമ്മ ഞാൻ അവിടെ പോയിരുന്ന അങ്ങനെ പറഞ്ഞോളാം. അപ്പൊ 90 വയസ്സുള്ളവർ അപ്പൂപ്പന്മാരും വയസ്സാം കാലത്ത് ഓരോ പൂതി. ആ പൂതിയാ. 90 വയസ്സായി നിങ്ങക്ക്. അമ്മ പാല്. പാലല്ല, മര്യാദക്ക് പഠിച്ചോണ്ടാ ഇവിടെ ഇരുന്നിട്ട്. ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ അവർക്കെന്താ? അവരാണ് എനിക്ക് ചെലവിന് തരുന്നത്. അവരുടെ മക്കൾക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് പോലും അല്ലേ? എന്താടി? എന്തെങ്കിലും വാ തുറന്ന് മൊഴിയാവോ? പിന്നെ നീ ജോലിക്ക് പോകാത്തോണ്ടല്ലോ അവരങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പൊ ഞാൻ ജോലിക്ക് പോകാത്തതാണ് പ്രശ്നം. നീ ജോലിക്ക് പോവാത്തത് തന്നെ പ്രശ്നം. നിനക്ക് ജോലിക്കൊക്കെ പൊക്കൂടെ? അതല്ല അവരിങ്ങനെ കളിയാക്കണേ. അപ്പൊ ചേച്ചി ജോലിക്കൊന്നും പോകേണ്ടത് ഇവിടെ വെറുതെ കുത്തിയിരിക്കുന്നതാ? എടി എന്റെ വിസ വന്നാ ഞാൻ അപ്പ പറക്കും. പറക്കും. ഞാൻ പറക്കും. പക്ഷെ എന്റെ കാര്യം പോലെയാണോ നിന്റെ കാര്യം? എന്റെ കാര്യം പോലെയാണോ നിന്റെ കാര്യം? നീ ഇവിടെ ജോലിയും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് ഇനിയിപ്പോ ജോലി കിട്ടിയാലോ വല്ല പാത്രം കഴുകാനോ അടുക്കളപ്പണിക്കോ കുക്ക് ചെയ്യാനോ അപ്പോഴും അവര് കളിയാക്കും. എന്തോ പറഞ്ഞേ? അല്ല ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്തോ പറഞ്ഞ ഒന്നും കൂടി പറഞ്ഞേ കേക്കട്ടെ. പാത്രം കഴുകാനോ? പാത്രം കഴുകാനോ? പാത്രം കഴുകാനോ? പാത്രം കഴുകാനാണോ? അല്ല 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 അല്ല. പിന്നെന്താ? തുടയ്ക്കാൻ. പറ, എന്താ എന്റെ ജോലി? വെറുതെ ഇരിക്ക. ജോലി കിട്ടിയാലും വെറുതെ ഇരിക്ക, ഒന്നും ചെയ്യണ്ട. ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവരെ ബാക്കിയുള്ളവരുടെ മുമ്പ് വെച്ചിട്ട് ചേച്ചിനെ കളിയാക്കണം, അപ്പഴേ ചേച്ചിക്ക് മനസ്സിലാവും. ഞാൻ സഹിച്ചോളാം. അയ്യോ, അല്ലേ എന്റെ സങ്കടം കേൾക്കാൻ ഇവിടെ ആരുണ്ട്? നിന്റെ സങ്കടം കേൾക്കാൻ ഞാൻ ഉണ്ട്. നീ പറ, എന്താ പറ്റി? പിന്നെന്താ പറന്നു വന്ന നീ? ഞാൻ കേട്ട്. ഈ വക കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റ് ഇവനാ. പറ, സങ്കടം പറ. ഈ വകയെന്നല്ല, പെങ്ങന്മാരുടെ എന്ത് കാര്യത്തിനും ഈ ആങ്ങളെ കൂടെ കാണും. എനിക്ക് ദണ്ണം ഉണ്ടോ? ഈ ദണ്ണം നിങ്ങൾ സങ്കടപ്പെടുന്ന കാണുമ്പോ. നീ പറ. ഈവന്റിയുടെ കേസല്ലേ, കുറച്ചൊക്കെ ഞാൻ കേട്ടു. പക്ഷെ അവരുടെ മോളെ പറ്റി ഇപ്പം ഞാൻ വല്ല കഥ ഉണ്ടാക്കാന്ന് വെച്ചാലും നമുക്ക് ജോലിയില്ലേ? ജോലി ഉണ്ട്. നീ എന്ത് കഥ ഉണ്ടാക്കാനാ? ആ കൊച്ചിന് നല്ല അസല് ജോലിയുണ്ട്, നല്ല സ്വഭാവമാണ്. പണ്ട് തൊട്ടേ അവൾ ഉടുക്കത്തെ പഠിപ്പിയായിരുന്നു. എനിക്കത് കാണുമ്പോഴേ എനിക്കിഷ്ടല്ലായിരുന്നു. എനിക്കും ഇഷ്ടമല്ലായിരുന്നു ചേച്ചി. എന്തൊരു കുശുമ്പാണ്. പിന്നെ വേറൊരു കേസുണ്ട്. അവള് നടന്നു പോകുന്ന കണ്ടിട്ടേ ഞാൻ ഒരു ദിവസം ചോദിച്ചു ലിഫ്റ്റ് വല്ലതും വേണം അവിടെ ഇറക്കാമെന്ന്. അവൾ എന്റെ മുഖത്ത് നോക്കി നോന്ന് പറഞ്ഞു. ആരുടെ കുഴപ്പാ? ഇവന്റെ. എന്റെ കുഴപ്പം എങ്ങനെ? ഞാൻ അവളെ സഹായിക്കാൻ നോക്കിയതല്ലേ, പിന്നെ അവളെ നോ പറഞ്ഞെന്തിനാ? ഇൻസൾട്ട് ചെയ്ത് വിട്ടില്ലേ? വിട്ട് എനിക്ക് ഒന്നേ അവളെ നിനക്കിട്ട് തോന്നല്ലേ? എനിക്ക് അവളെ ഇഷ്ടമല്ല പണ്ടേ. എനിക്ക് ആ ഗീതാന്റിന് ഇപ്പൊ ഒട്ടും ഇഷ്ടമല്ല. ഒരു കേസുണ്ട്, അച്ഛമ്മ അറിയില്ലേ പുള്ളിക്കാരി ഈ കൂടത്തിലൊക്കെ ഉണ്ടെന്ന്. നമുക്കൊരു കൂടത്തിൽ അങ്ങോട്ട് വെച്ചാലോ? അടിപൊളി ഐഡിയ. അപ്പൊ ഇതിനൊക്കെ ഭയങ്കര എഫക്റ്റ് ആടി. പക്ഷെ എന്താ, അതിന് കുറച്ച് പൈസ ഇറങ്ങും. പൈസയാ? പൈസ നീ ഇറക്ക്. ഞാൻ പൈസ ഇറക്കാനാ? പിന്നെ ഞാൻ ഇറക്കണോ? എടി നിനക്കല്ലേ കിട്ടണ്ടേ, അപ്പൊ നീ വേണം ഇറക്കാൻ പൈസ. അതാണ് ഇതിന്റെ ഒരു നിയമം. നീയാണ് ആങ്ങള, നീയാണ് ഇറക്കേണ്ടേ. നിനക്കല്ലേ എഫക്റ്റ് വേണ്ട, അപ്പൊ നീ വേണ്ട ഇറക്കാൻ. എടാ പൈസ വേണമെങ്കിൽ അച്ഛമ്മേന്റെ ഇളമാരിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാ, പോയി എടുത്താ പോരെ. ഇനി ചെന്ന് അത് മോഷ്ടിക്കാം.
നീ മോഷ്ടിക്കാ എടി അതിന് എന്റെ പ്ലാൻ ഉണ്ട്, നമുക്ക് സെറ്റാക്കാം. എടാ പോടാ ഇറക്കാ എന്റെ കുറെ പ്ലാന്. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ചെയ്തോളാം എന്തെങ്കിലും വെച്ചാല്. എന്ത് കൂടത്തോട്ടൊക്കെ ചെയ്യാൻ പോവാ? കൂടോത്രവന്റെ ഇവിടെ അതൊക്കെ പഠിച്ചാ? എടാ അവളുടെ പൈസ നൈസായിട്ട് അടിച്ചു മാറ്റാൻ നോക്കിയതല്ലേ നീ, നടന്നില്ലല്ലേ? അടിച്ചു മാറ്റാൻ നോക്കിയതൊന്നുമല്ലോ. ചേച്ചിക്ക് ആരെങ്കിലും പണിയണ പൈസ അതൊക്കെ ഈ സഞ്ജു ചെയ്തുതരാം. ആ പണിയണം. ആര്?